നമസ്കാരം, സുരേഷ് പുളിക്കലാണ് കണ്ണമ്പ്ര വാർത്തകൾക്ക് വേണ്ടി. ഇന്നിപ്പോൾ നമ്മൾ മലങ്കാട് കോറിയുടെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മണപ്പാടത്താണുള്ളത്. മണപ്പാടം കേന്ദ്രീകരിച്ച് മലങ്കാട് ഭാഗത്തൊരു കോറി പുതുതായി രൂപീകരിക്കപ്പെടുകയും അതിനെതിരെ സമരസമിതിയായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ ഉൾപ്പെടെ ഒരു സംയുക്ത സമരസമിതി അതിനൊപ്പമുണ്ട്. അതിൻ്റെ ആളുകളാണ്. എന്താണ് ഈ സംയുക്ത സമരസമിതിയുടെ ഒരു ലക്ഷ്യം? ഞങ്ങളുടെ ഉദ്ദേശം ഇത് തുടർന്ന് ഈ സമരം കൊണ്ടുപോകാൻ വേണ്ടി മാത്രമാണ്. കാരണം ഞങ്ങൾ ഇത് കോറിപട വരുന്നതിനോട് ഈ നാട്ടുകാർ മൊത്തം, പ്രത്യേകിച്ച് 3-ാം വാർഡും അതിനോട് സമീപം കിടക്കുന്ന 4-5 വാർഡിലത്തെ ജനങ്ങളും ഈ കോറി വരുന്നതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടിലാണ്. കാരണം ഈ കോറിപട പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വെള്ളം മുഴുവൻ നശിച്ചു പോകും. ഒന്ന്, പൊടിപടലം, ശബ്ദമലിനീകരണം, ഇങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും ഉണ്ട്. അപ്പോൾ ഇവർ ഒരു സർവേ നമ്പറിലാണ്, അതായത് 219/12 എന്ന് പറഞ്ഞ സർവേ നമ്പർ ഇവർക്ക് ഈ പൊട്ടിക്കുന്ന സാധനങ്ങൾ, എക്സ്പ്ലോസീവ് സാധനങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇവർ തുടങ്ങിയത് തന്നെ ആ ഒരു സർവേ നമ്പറിൽ വെച്ചിട്ടാണ്. അത് റഷീദ് എന്ന് പറഞ്ഞ ഒരാളുടെ പേരിലാണ് ആ സ്ഥലം കിടക്കുന്നത്. അത് 600 ചില്ലറ 1.5 ഏക്കറോളം വരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ്, പഞ്ചായത്തിലും വില്ലേജിലെല്ലാം ഇത് പരാതി സമർപ്പിക്കപ്പെടാണ്ടായി. അപ്പോൾ പഞ്ചായത്ത് ഞങ്ങൾക്ക് പൂർണ്ണ സപ്പോർട്ടാണെങ്കിലും പഞ്ചായത്ത് സെക്രട്ടറി ഇതിൽ ഒരു സപ്പോർട്ടും ഇതുവരെ തന്നിട്ടില്ല. മാത്രമല്ല, വില്ലേജിൽ ഞങ്ങൾ വന്നപ്പോൾ രാഷ്ട്രീയക്കാരെല്ലാവരും, ഞങ്ങൾ നാട്ടുകാരൊക്കെ കൂടി വന്നു. ഇത് രാഷ്ട്രീയമില്ലാത്തൊരു കേസാണ്. അപ്പോൾ എല്ലാവരും കൂടി വന്നിട്ടും വില്ലേജുകാർ സഹകരിക്കാൻ തയ്യാറല്ല. അവർ ആ സ്ഥലം പോയി പരിശോധിക്കുക. അവർ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടുണ്ട്. ഈ വില്ലേജും പഞ്ചായത്തും സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ സ്റ്റോപ്പ് മെമ്മോ കൊടുത്ത സ്ഥലത്ത് വീണ്ടും തുടർന്ന് അവർ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ ഒന്ന് പോയി നോക്കാനോ അതിനെ പേരിൽ നടപടിയെടുക്കാനോ ഇതുവരെ വില്ലേജുകാരോ പഞ്ചായത്തോ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് പരാതിയില്ല. ഞങ്ങൾ സമരമായിട്ട് മുന്നോട്ട് പോകും. അതുപോലെ തന്നെ ലീഗലായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. അതിന് ഞങ്ങൾ സംശയിക്കൊന്നുമില്ല. വേണ്ട, ഞങ്ങളത് തുടർന്ന് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഈ കോറിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച്, അതുപോലെ ഉടമസ്ഥകളുമായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലായത് അതിന് കൃത്യമായ എല്ലാ രേഖകളും അവർ ഹാജരാക്കിയിട്ടുണ്ടെന്നും എല്ലാ നിയമപരമായിട്ടുള്ള ലൈസൻസിൽ എടുത്തിട്ടാണ് പ്രവർത്തനം. അതിൻ്റെ കാരണം പഴയ പഞ്ചായത്ത് ഭരണസമിതി ഇരിക്കുന്ന കാലത്താണ് ഇവർ പഞ്ചായത്ത് ലൈസൻസിന് വേണ്ടി അപേക്ഷിച്ചു. ആ ലൈസൻസ് ഭരണസമിതി റിജക്റ്റ് ചെയ്യാണ്ടായി. പക്ഷേ റിജക്റ്റ് ചെയ്തപ്പോൾ ഇവിടെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നതാണെന്നും ജനവാസ മേഖലയാണെന്നും അവർ രേഖപ്പെടുത്തിയില്ല. ആ ഒരു പോയിന്റ് വെച്ചിട്ടാണ് ഇവർ ഹൈക്കോടതിയിൽ പോയിട്ട് ഹൈക്കോടതി നോട്ടീസ് കൊടുക്കാണ്ടായിട്ട്, ഭരണസമിതിക്കും സെക്രട്ടറിക്കും നോട്ടീസ് കൊടുക്കാണ്ടായിട്ട്, ആ നോട്ടീസിനെതിരായിട്ട് ആ നോട്ടീസിൽ കോടതിയിൽ ഇവർ യാതൊരു നടപടികളും സ്വീകരിച്ചില്ല. അപ്പോൾ അങ്ങനെ ഡീംഡ് ലൈസൻസായിട്ട് മാറി, കോടതി നേരിട്ട് കൊടുക്കുന്ന ലൈസൻസായി മാറി. ആ ലൈസൻസ് ഇവിടെ 15 ദിവസത്തിനുള്ളിൽ കൊടുക്കാൻ കോടതി ഓർഡറുണ്ട്. ആ 15 ദിവസത്തിനുള്ളിൽ കൊടുക്കാൻ കോടതി ഓർഡർ ഇട്ടപ്പോഴും ആ ഓർഡറിൽ പറഞ്ഞിട്ടുണ്ട് 15 ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ അറിയിക്കാൻ. അതും ചെയ്തിട്ടില്ല. ഇതാണ് സംഭവിക്കാൻ കാരണം. ഇത് കോറി വന്നാലുണ്ടാവുന്നൊരു ഭവിഷ്യത്തുകളെ കുറിച്ച് ഒരു പഠനം വല്ലതും നടന്നിട്ടുണ്ടോ? പഠനം നടന്നിട്ടില്ല. പഠനം നടത്താൻ ബന്ധപ്പെട്ട വില്ലേജോ പഞ്ചായത്തോ ആണ് ചെയ്യേണ്ടത്. അത് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു പാരിസ്ഥിതിക പഠനം ഇവിടെ നടത്തിയിട്ടില്ല. അത് നടത്താൻ പറയേണ്ടത് പഞ്ചായത്താണ്. അത് പഞ്ചായത്ത് പറഞ്ഞിട്ടില്ല. ശരിക്കും ഇതൊരു ജനവാസ മേഖല തന്നെയാണ്. ജനവാസ മേഖല തന്നെയാണ്. കാരണം ഈ റോഡ് സൈഡിൽ കംപ്ലീറ്റ് ജനങ്ങളാണ് താമസിക്കുന്നത്. ആ ഭാഗത്ത് ജനങ്ങൾ ഇതിങ്ങനെ കിടക്കണേ ഭൂമി, ഈ 2 ഭാഗത്തും ജനങ്ങളാണ് താമസിക്കുന്നത്. ഈ വില്ലേജ് അടക്കം ഇതിലേക്ക് ബാധിക്കും. ഇവിടെ ഒരു പാറ നിൽക്കുന്നുണ്ട് അടുത്ത് തന്നെ. ആ പാറ വലിയൊരു പാറയാണ്. ആ പാറ മുകളിലൊരു പാറ നിൽക്കുകയാണ്. അപ്പോൾ ഈ ശബ്ദം കൊണ്ട് ഈ പാറകൾ അവിടുന്ന് ഇളകി വീഴാൻ സാധ്യതയില്ല. ഇളകി വീണാൽ അവിടെ ഒരു 3-4 കുടുംബമുണ്ട്. അതൊരു കോളനിയാണ്. ആ വീടുകൾ മുഴുവൻ നശിച്ചു പോകും. ജനങ്ങൾക്ക് അപകടം ഉണ്ടാവും. വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സംഭവമാണ്. അല്ല, ഞങ്ങൾക്ക് ഇപ്പോൾ അവരൊരു പ്രസ്ഥാനം വന്നു, അതിൽ 10 ആൾക്ക് തൊഴിൽ കിട്ടി, അതിനൊന്നും ഞങ്ങളെതിരല്ല. പക്ഷേ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ബുദ്ധിമുട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് തടയാതിരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് ഞങ്ങൾ എന്ത് വില കൊടുത്തും ഇത് തടയാൻ തന്നെയാണ് തീരുമാനം. സമരമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ. സമരമായിട്ടും പോകും, ലീഗലായിട്ടും പോകും. ശരി.